ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2026 ജാനുവരി 26 റിപ്പബ്ലിക് ഡേ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പുതിയ ജനറേഷൻ ഡസ്റ്റർ ഇന്ത്യയിൽ കാണുന്നത്. അതിന് മുന്നേ തന്നെ പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറൻസ് ഒക്കെ ഡിസൈനിൽ കുറച്ചൊക്കെ ഡിഫറൻസ് വരുത്തിയിട്ടാണ് അവർ വണ്ടി ഇന്ത്യയിൽ ഇറക്കിയത്. അന്ന് പക്ഷെ നമുക്ക് ആർക്കും അറിയാത്തൊരു സംഭവം പ്രൈസ് ആയിരുന്നു. ഇപ്രാവശ്യം അവർ ഈ വണ്ടിയുടെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് വണ്ടിയുടെ നമ്മുടെ മറ്റേ സർവീസ്, അതായത് സർവീസിൻ്റെ കൂടെ തന്നെ വാറണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത്, മെയിനായിട്ട് പ്രൈസാണ് അറിയാനുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ഒരു ചെറിയ പ്രീ ബുക്കിംഗ് സംഭവമുണ്ട്. മാർച്ച് 30 വരെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. അതിനൊരു എക്സ്ട്രാ ആർ പാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആർ പാസിൻ്റെ അകത്താണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ബേസിക്കലി പ്രീ ബുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞിട്ടാണ് ഈ വണ്ടി കിട്ടുന്നത്. പിന്നെ വാറണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഇതിന് മാക്സിമം 7 years ഓർ 1.5 lakh കിലോമീറ്റേഴ്സ് വരെയുള്ള വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കമ്പനികളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിലും 5 years വരെയൊക്കെ തന്നെ പോകുന്നുള്ളൂ. 5 or 6 years ആണെന്ന് തോന്നുന്നു മാക്സിമം. പിന്നെ ഉള്ളത് ഹോണ്ടയ്ക്കാണത് 10 വർഷം വരുന്നുണ്ട് പോകും. പക്ഷെ അത് എലിവേറ്റിനുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ മറ്റേ സിറ്റിക്ക് അമേസിനൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേരിയൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി വണ്ടി 5 വേരിയൻസിലാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ലോഞ്ച് എഡിഷൻ ഐക്കോണിക് എന്ന് പറഞ്ഞൊരു പുതിയൊരു വേരിയൻറ്റും കൂടെ ഇറക്കിയിട്ടുണ്ട്. അത് എത്ര കാലത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ബേസിക് ആയിട്ട് ഇതിൻ്റെ വേരിയൻസ് വരുന്ന ഒത്തൻറ്റിക് ഉണ്ട്, പിന്നെ അതാണ് ഏറ്റവും ബേസിക് വേരിയൻറ്റ്. അതിന് മുകളിൽ ഇവല്യൂഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ ടെക്നോ ഉണ്ട്, ടെക്നോ പ്ലസ് ഉണ്ട്, അതുപോലെ ഐക്കോണിക് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 വേരിയൻറ്റ്, അതായത് ഒത്തൻറ്റിക് ആയിക്കോട്ടെ, നമ്മുടെ ഇവല്യൂഷൻ ആയിക്കോട്ടെ, ടെക്നോ ആയിക്കോട്ടെ, ഈ 3 വേരിയൻസിലാണ് നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ ബേസിക് ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല, ജസ്റ്റ് മാനുവൽ മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് നമുക്ക് ബേസിക് വേരിയൻ്റ് ഒഴികെ ബാക്കി എല്ലാ വേരിയൻസിലും കിട്ടുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു DCT, അതായത് വെറ്റ് ക്ലച്ച് DCT ട്രാൻസ്മിഷനും കൂടെ കൊടുക്കുന്നുണ്ട്. 6 സ്പീഡാണ് വരുന്നത്. ഇതൊന്നും അല്ലാതെ ഇനി ബാക്കി ഫീച്ചേഴ്സിൻ്റെ കേസൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി അറിയുന്നതായിരിക്കും. ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം വേരിയൻസും ഫീച്ചേഴ്സും ഒക്കെ എന്തൊക്കെയുണ്ടെങ്കിലും മെയിനായിട്ട് പ്രൈസിങ്ങിലാണല്ലോ വണ്ടി ആൾക്കാരെ ആകർഷിക്കേണ്ടത്. അതുപോലെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ വേരിയൻസിൻ്റെ വീഡിയോസും പതുക്കെ ചെയ്യാം. ബേസിക് വേരിയൻറ്റ്, മിഡിൽ വേരിയൻറ്റ്, എനിക്ക് അത്യാവശ്യം വാല്യൂ ഫോൺ ആയിട്ട് തോന്നുന്ന വേരിയൻസ്, അതെല്ലാം നോക്കാം. എനിവേ, ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിലേക്ക് വരാം. അതായത് 1 ലിറ്റർ ടർബോ പെട്രോൾ തന്നെ വരുന്ന മാനുവൽ. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.49 lakhs-ലാണ്. അതുപോലെ മാക്സിമം 13.49 lakhs വരെയാണ് പോകുന്നത്. ഇതിൻ്റെ ഒത്തൻറ്റിക്കും ഇവല്യൂഷൻ മോഡലും അത്യാവശ്യം കുഴപ്പമില്ല. ഒത്തൻറ്റിക് വേരിയൻറ്റ് ആക്ച്വലി പ്രൈസിങ് ബേസ് മോഡലിൽ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞ് ഇവല്യൂഷനിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് അലോയ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓട്ടോ എസി മാത്രമേ ഇല്ലാത്തുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്നോയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ടെക്നോയിൽ നമുക്ക് എക്സ്ട്രാ വേറെ കുറച്ച് ഫീച്ചേഴ്സ് വരും. അതായത് മറ്റേ പാനോറാമിക് സൺറൂഫ്, പിന്നെന്താ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ഒക്കെ അവർ ടെക്നോ മോഡൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ലൊരു ഫീച്ചറുള്ള മോഡലാണ്. ഇനി ആർ പാസിൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ബേസ് മോഡൽ 20,000 രൂപ കുറയും. അതല്ലാതെ നമ്മൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 30,000 രൂപയുടെ അടുത്താണ് നമുക്ക് കുറഞ്ഞ് കിട്ടുന്നത്. സോ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പ്രൈസ് പോയിന്റിലായിരിക്കും കിട്ടുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് ഒരു 1 ലിറ്റർ മോഡൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം. മാഗ്നൈറ്റിലൊക്കെ നമുക്ക് CVT ഓട്ടോമാറ്റിക് കിട്ടുന്നതായിരുന്നു. ആൻഡ് അത് അത്യാവശ്യം നല്ലൊരു ട്രാൻസ്മിഷൻ ആയിരുന്നു. പറഞ്ഞു വരുമ്പോൾ CVT ആണെങ്കിൽ പോലും ടർബോ പെട്രോളിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പം അതെപ്പോഴും ടർബോയുടെ പവർ ബാൻഡിലായിരിക്കും. സോ ടർബോ കയറുകയാണെങ്കിൽ വണ്ടിക്ക് അത്ര ഭയങ്കര റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ഒന്ന് മോഡുലേറ്റ് ചെയ്തിട്ട് ഓവർടേക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വണ്ടി കയറി പോവുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി അടുത്ത നമ്മുടെ ടർബോ പെട്രോൾ മോഡലാണ്. റെനോ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഈ വണ്ടിയുടെ 90% ഇതുവരെ കിട്ടിയിരിക്കുന്ന ബുക്കിംഗ്സും ഇതിൻ്റെ ടർബോ പെട്രോൾ മോഡലിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ബേസ് വേരിയൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ടർബോ വരുന്നില്ല. പക്ഷേ എവല്യൂഷൻ മുതൽ അങ്ങോട്ട് നമ്മുടെ ഐക്കോണിക് വേരിയൻറ്റ്, ഐക്കോണിക് മറ്റ് ലിമിറ്റഡ് എഡിഷൻ എന്ത് മോഡലായിക്കോട്ടെ അതിനകത്തൊക്കെ നമുക്ക് ടർബോ പെട്രോൾ കിട്ടുന്നുണ്ട്. 12.99 lakhs ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇതിനെ 1 ലിറ്റർ ടർബോയുടെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചില വേരിയൻസിലൊക്കെ വ്യത്യാസമുണ്ട്. ചിലതിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം, ചിലതിൽ 1.2, 1.3 ലക്ഷം രൂപയുടെ അടുത്ത വ്യത്യാസം, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പ്രൈസ് അത്യാവശ്യം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് നോർമൽ 1 ലിറ്റർ ടർബോ എന്ന് പറയുമ്പോൾ 100 PS/, 160 Nm ടോർക്കുമാണ്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു 60% പവർ കൂടുതൽ കിട്ടുന്നുണ്ട്. 163 PS/, അതുപോലെ 280 Nm ടോർക്കുമാണ് വരുന്നത്. ടോർക്കിന് നല്ല വ്യത്യാസമുണ്ട്, ഡബിളിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ആൻഡ് മാക്സിമം ഇതിൻ്റെ നമ്മുടെ പ്രൈസ് വന്ന് 16.99 lakhs വരെയാണ്. ഇനി ആർ പാസ്, അതായത് നമ്മുടെ പ്രീ ബുക്ക് ചെയ്തവരുടെ പ്രൈസ്, ഈ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജാനുവരി എൻ്റെ മുതൽ തുടങ്ങിയതായിരുന്നു. സോ നിങ്ങൾക്ക് അപ്പോൾ പ്രീ ബുക്ക് ചെയ്താണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രൈസിലായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ഇനി മാർച്ച് തീരുന്നതിന് മുന്നേ വരെയും പ്രീ ബുക്ക് ചെയ്യാം, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ ടർബോ പെട്രോൾ അതിൻ്റെ പ്രൈസ് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. 12.69 lakhs സ്റ്റാർട്ട് ചെയ്ത് 16.59 lakhs വരെയാണ് പോകുന്നത്. അതായത് ബേസ്, അതായത് ഇവല്യൂഷൻ എന്ന് പറഞ്ഞ മോഡൽ ടർബോ സ്റ്റാർട്ടിങ്ങിൽ 30,000 കുറവും, അതുപോലെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും 40,000 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആർ പാസ് വഴി കുറഞ്ഞ് കിട്ടുന്നത്. സോ അഗൈൻ നല്ല പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ റൈവൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയോളം ഈ വണ്ടി ചീപ്പാണ്. അതാണ് വേറൊരു അഫോർഡബിൾ ആണ്. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് പോയിന്റ്. ഇനി ഡ്യുവൽ ക്ലച്ച്, അതായത് DCT ഓട്ടോമാറ്റിക് വരുന്ന മോഡൽ എടുക്കുകയാണെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾ എല്ലാ വേരിയൻസിലും എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത്. 14.49 lakhs-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ തന്നെ ആർ പാസ് എടുക്കുകയാണെങ്കിൽ 50,000 രൂപ കുറവാണ്, 13.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് മാക്സിമം ടോപ്പ് എൻഡ് വരെ, അതായത് നമ്മുടെ മറ്റേ ഐക്കോണിക് വേരിയൻറ്റ് വരെ കിട്ടുന്നുണ്ട്.
അത് മാക്സിമം 18.49 ലാക്സ് വരെ പോകുന്നുണ്ട്. ആർ പാസ് ആണെങ്കിൽ 18.09 ലാക്സ് ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അത് ടോപ്പനിൽ നമുക്ക് 40,000 രൂപയാണ് വീണ്ടും ആർ പാസ് വഴി കുറഞ്ഞിരിക്കുന്നത്. അഗൈൻ ഞാൻ പറയും, നമ്മുടെ ഇപ്പോൾ സിയറയുടെ ഒക്കെ ടോപ്പൻ എടുക്കുകയാണെങ്കിൽ 21.29 ലാക്സ് ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. പുതിയ ജനറേഷൻ സെൽട്ടോസ് അതിൻ്റെ മാക്സിമം 19.99 ലാക്സിലാണ് പ്രൈസ് അവസാനിക്കുന്നത്. ആ സമയത്താണ് ഈ വണ്ടിയുടെ നോർമൽ പ്രൈസിങ്ങിൽ തന്നെ 18.5 ലാക്സിൽ ടർബോ DCT ഡുവൽ ക്ലച്ച് ഓപ്ഷൻ വരുന്ന, അതും ഏറ്റവും പവർ കൂടിയ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ പ്രൈസ് മാക്സിമം പോകുന്നത്. സോ എന്ത് രീതിയിൽ നോക്കിയാലും ഇപ്പോൾ ക്രെറ്റയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും സിയറ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2.5-2.25 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം ഉണ്ടെന്ന് പറയും. അത് എങ്ങനെ നോക്കിയാലും ഗംഭീര പ്രൈസിങ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് എത്ര കാലത്തേക്ക് ഇങ്ങനെ ഈ റേഞ്ചിൽ നിൽക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ചിലപ്പോൾ ഒരു 1-2 മാസം കൊണ്ട് തന്നെ ഒരു പ്രൈസ് കൂട്ടുമായിരിക്കും. റെനോ പിന്നെ ഇന്ത്യയിൽ എപ്പോഴും അത്യാവശ്യം അഗ്രസീവ് പ്രൈസിങ്ങിന് വേണ്ടി അറിയപ്പെട്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു. ആദ്യം ഈ അഗ്രസീവ് പ്രൈസിന് ഭയങ്കര വലിയൊരു സ്ട്രാറ്റജി ഉണ്ട് നമ്മുടെ നിസാൻ്റെ മാഗ്നറ്റിലാണ്. പക്ഷെ അത് ബേസിക്കലി റെനോയുടെ പ്ലാറ്റ്ഫോം, അതായത് CMF-A+ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. ഡ്രൈവറിൻ്റെ സെയിം ബേസിസിൽ വന്ന വണ്ടിയാണ്. പക്ഷേ ടർബോ പെട്രോളും സംഭവങ്ങളൊക്കെ ആയിട്ട് ആ വണ്ടി ആദ്യം 4.99 ലാക്സിലൊക്കെ വന്നു. ഗംഭീര പ്രൈസിങ് ആയിരുന്നു. എന്തായാലും ഏകദേശം സിമിലർ ആയിട്ടുള്ള, അത്രയും കുറവല്ല എങ്കിൽ പോലും 10.5 ലാക്സിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ബേസിക് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കി സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 11.5 ലാക്സിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലത്തെ എവല്യൂഷൻ മോഡൽ കിട്ടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് 17-inch അലോയ്സ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉണ്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ, റിയർ ക്യാമറ, എല്ലാ സാധനവും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ ഓട്ടോ AC അത് മാത്രമല്ല, അത് വേണമെങ്കിൽ നിങ്ങൾ ഐക്കോണിക് അല്ല, നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ് എന്താ ടെക്നോ വേരിയൻറ്റിലേക്ക് പോകേണ്ടി വരും. ടെക്നോയിലും ടെക്നോ പ്ലസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ സംഭവങ്ങൾ, അതായത് വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ പാനോറമിക് സൺറൂഫ്, ഇലക്ട്രിക് ടെയിൽഗേറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. അതല്ലാതെ ബാക്കി ഐക്കോണിക് വേരിയൻസിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എഡാസ്, പിന്നെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള 360 ക്യാമറ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും എക്സ്ട്രാ. നമുക്ക് എന്തായാലും ഓരോ വേരിയൻസിനും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും ഏത് വേരിയൻ്റാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. എനിവേ ഇതാണ് ഇപ്പോൾ നമുക്ക് ഡസ്റ്ററിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതല്ല ഈ വണ്ടിയുടെ അവസാനം. ഇതിൻ്റെ 2 വേരിയൻസ്, അതായത് ടർബോ പെട്രോൾ മോഡൽസ് മാത്രമേ അവരിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഇതിന് ഡെലിവറി ഈ വരുന്ന ഏപ്രിലാണ് കൊടുത്തു തുടങ്ങാൻ പോകുന്നത്. പക്ഷേ ഇനി വരാനിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഹൈബ്രിഡ് പവർട്ടനാണ്. അത് ഏകദേശം 160 PS അടുത്ത് തന്നെ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 1.8 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1.8 kWh സൈസ് വരുന്നൊരു വലിയ ബാറ്ററി പാക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോങ് റേഞ്ച് കിട്ടും അതിൻ്റെ അകത്ത്, അതായത് നല്ല മൈലേജ് കിട്ടും. അവർ ഇതുവരെ വണ്ടി കാണിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു പ്രൈസ് ചിലപ്പോൾ ഇപ്പോൾ തന്നെ പറയുമായിരിക്കും എന്ന്. പ്രൈസ് പറഞ്ഞിരുന്നത് നല്ലതായിരുന്നു. ബട്ട് എനിവേ അത് ഈ വർഷം തന്നെ വരുന്ന ദിവാലി സമയത്താണ് അവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഈ വർഷം അവസാനത്തിന് കുറച്ച് മുന്നേ ആയിട്ട്. അത് വരുമ്പോഴേക്കും ബാക്കി നമ്മുടെ ഈ സെഗ്മെൻറ്റിലെ വിക്ടോർസ്, ടൊയോട്ടയുടെ ഹൈറൈഡർ, ഗ്രാൻഡ് വിറ്റാര, ഈ വണ്ടികൾക്കൊക്കെ നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ ആവും. ബാക്കി കമ്പനികളിൽ ഒന്നും ഹൈബ്രിഡ് സിസ്റ്റം ഇതുവരെ വന്നിട്ടില്ല. ഹ്യുണ്ടായി ക്രെറ്റയിൽ ഹൈബ്രിഡ് കൊണ്ടുവരും, സെൽട്ടോസിൽ ഹൈബ്രിഡ് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോഴും വരാത്ത സാഹചര്യത്തിൽ ഈ വണ്ടി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഹൈബ്രിഡ് സിസ്റ്റമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. പക്ഷേ അതിന് വണ്ടിയും കൂടെ വരണം. പവർ ഫിഗേഴ്സ് എല്ലാ കാര്യത്തിലും ഹൈറൈഡർ അതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ജനറേഷൻ ഡസ്റ്ററിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.